ഹലോ ഫ്രണ്ട്സ്, കൂർഗിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രീവിയസ് വീഡിയോ കണ്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണണം. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ ഒരു 7 മണിയല്ല, ഒരു 8 മണിയോളം അടുപ്പിച്ചായി ഞാൻ എണീറ്റപ്പോൾ. കാര്യം നല്ല ടയേർഡായിരുന്നു. അത്രയും നേരം ട്രാവൽ ചെയ്തതും അത്രയും ദൂരം നടന്നതും ഒക്കെ ആയപ്പോഴേക്കും കുറച്ചൊന്ന് ടയേർഡായി ഉറങ്ങിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ എണീക്കാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. എനിവേ, എണീറ്റ സമയം വളരെ നല്ലൊരു സമയമായിരുന്നു. ഒരു സൺലൈറ്റൊക്കെ വന്നു തുടങ്ങി. സോ ആ സൺലൈറ്റിൽ ആ ഒരു ഗ്രീനറി കാണാൻ നല്ല വ്യൂ ആയിരുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ വ്യൂ ആയിരുന്നു. കുറച്ചുകൂടെ നേരത്തെ എണീറ്റാൽ കുറച്ചുകൂടെ ബെറ്റർ വ്യൂ കിട്ടിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. നല്ല ലൈറ്റിംഗ് ആയിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റേക്ക് സോസ്റ്റിൽ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലാന്റേഷൻ്റെ മിഡിലാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റ് വൈബും കിട്ടും, പ്ലാന്റേഷൻ്റെ നല്ലൊരു ഗ്രീനറിയും കിട്ടും. ഇപ്പോൾ ഞാനിന്നലെ വരുമ്പോൾ തന്നെ ഒരുപാട് പ്ലാന്റ്സും ഗാർഡൻസും ഫ്ലവറിങ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വെൽ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്ലാന്റ്സ് ആയ കലേത്തിയം, പീസ് ലില്ലി, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കൂർഗിലോട്ട് ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമയത്ത് കൂർഗിൽ പോകേണ്ട ടൈമാണോ, ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ, യൂഷ്വലി എല്ലാവരും മൺസൂൺ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ഒരുപാട് കമൻസ് എനിക്ക് വന്നായിരുന്നു. ശരിയാണ്, മൺസൂൺ കഴിഞ്ഞിട്ട് തന്നെയാണ് പോവേണ്ടതും. അപ്പോഴാണ് കൂർഗിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി നമുക്ക് കാണാനും പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സീസണാണ് എന്തിൻ്റെ, കോഫി ഫ്ലവേഴ്സിൻ്റെ. അത് കാണാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നേരെ കൂർഗിലോട്ട് വന്നതും സോസ്റ്റിൽ സ്റ്റേ എടുത്തതും. കാര്യം ഇവിടെ ചുറ്റും കോഫി പ്ലാന്റേഷനാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റതും അങ്ങോട്ട് പോകുന്നതും കോഫി ഫ്ലവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായിരുന്നു എൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്കും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ കോഫി ഫ്ലവേഴ്സിനെ കാണിക്കാനായിട്ട് ഞാൻ ഇടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് തന്നെ എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് നേരെ പ്ലാന്റേഷനിലോട്ടാണ്. ഒരുപാട്, അതായത് ലാർജ് ഏക്കേഴ്സ് ഓഫ് കോഫി പ്ലാന്റേഷനാണ് ഇവിടെ ഉള്ളത്. സോ ഗൈസ്, ദിസ് ഈസ് കോഫി പ്ലാന്റ്സ് ആൻഡ് കോഫി ഫ്ലവേഴ്സ്. ഭയങ്കര ഒരു മണമാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ. നമ്മൾ വിചാരിക്കരുത് കോഫിയുടെ മണമാണെന്ന് വിചാരിക്കരുത്. ഒരു കൈൻഡ് ഓഫ് മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു മണമായിട്ട് നമുക്ക് തോന്നുന്നത്. കാണാനും ഒരുപാട് പിച്ചിപ്പൂ, മുല്ലപ്പൂവൊക്കെ ചേർത്ത് വെച്ച ഒരു ഭംഗിയാണ് ഈ ഒരു പൂവിന് കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ, ഒന്നും പറയാനില്ല. ഇത് നേരെ ഇങ്ങനെ താഴോട്ട് പോകുന്നത് ഇവരുടെ പ്ലാന്റേഷൻ്റെ ഏരിയയിലോട്ടാണ്. എനിക്കൊരു വർക്ക് ഏരിയ പോലെ ഒരു ഓടിട്ട ഒരു പഴയ വീടൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് ദൂരം നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഞാനിങ്ങനെ അകത്തോട്ട് പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ആകും എന്ന് എനിക്കറിയില്ല. കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു കോഫി ഫ്ലവറിൻ്റെ ഒരു ബ്യൂട്ടി. ഇവിടെ വരുന്നവർക്കൊരു സ്പ്രേ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത്രമാത്രം ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു സ്മെല്ലാണ്. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത്രയ്ക്കൊരു പീസ്ഫുൾ സ്മെല്ലെന്ന് വേണം പറയാനായിട്ട്. കാണുന്നത് ഫുള്ളും ഒരു ഗ്രീനറി, അതിൽ ഫുള്ളും ഇങ്ങനെ വൈറ്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്. വാവ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഫീല്. അത്രയ്ക്കും ഒരു ഹാപ്പിയായി. ബിക്കോസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിന് എനിക്കൊരു റിസൾട്ട് ഉണ്ടായി. സീരിയസ്ലി ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു സീസണിൽ വരണം, ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് അത്രയ്ക്കും ഒരു പ്രത്യേക ഒരു വൈബ് നല്ല പറയേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു സന്തോഷമാണത്. നമുക്ക് ഓൾറെഡി ഒരു ഗ്രീനറി, മൗണ്ടൻസ്, സീ, ഇതൊക്കെ കാണുന്ന ഒരു പ്രത്യേക സന്തോഷമല്ല. അതുപോലെയാണ് ഇതൊരു ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത്. പ്രത്യേക ഒരു രസമായിരുന്നു. സോ എനിക്ക് പറയാൻ വാക്കുകളില്ല എക്സൈറ്റ്മെൻറ്റ് കാരണം. അങ്ങനെ ഞാൻ ഞാൻ അവിടെ കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു. പതുക്കെ ആ സ്മെല്ലൊക്കെ ആസ്വദിച്ച്, പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ പതുക്കെ റൂമിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി നോക്കിയേ. അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്തിട്ട് പതുക്കെ തിരിച്ച് നടന്നു തുടങ്ങി. ഇനി ഇവിടെ നിന്നൊരു ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പിലോട്ട് യാത്ര ചെയ്യാനായിട്ട്. സോ 1-2 സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ പോവേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. സോ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങൾ പോയി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കാത്തിരിക്കുക, എല്ലാവരും കാണാം.